ാണ് കണ്ടത് പുലർച്ചെ 5:30 എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ 8 വയസ്സുകാരൻ സുഹൃതി ഇവിടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് വീട് തുറന്ന് ഗേറ്റ് തുറന്ന് പോകാൻ റെഡിയാകുമ്പോൾ അവിടെ ഒരു ഇത് കണ്ടു. അവൻ എന്നെ വിളിച്ചിട്ട് അച്ഛാ ഒരു മാല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ മാലയല്ല, റീത്ത് തന്നെയാണ്. സന്തോഷം, കുറേ പൂക്കൾ രാവിലെ തന്നെ കിട്ടിയില്ലേ എന്നുള്ള സന്തോഷമായി. അത്രയും എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളൂ. വേറെ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അതാണ്. പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തകം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആ പുസ്തക പ്രകാശനം ഫെബ്രുവരി 4-നാണ് നടന്നത്. ഇതിപ്പോൾ 18 ഇന്ന് രാവിലെ 19 അപ്പം അതിനിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഒരു സംഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിൽ അവസാനത്തെ വരി എന്ന് പറയുന്നത് ഞങ്ങളെ ചൊറിഞ്ഞാൽ ഞങ്ങളും തിരിച്ചു ചൊറിഞ്ഞാൽ തൊലി ഇളകി പോകും എന്നുള്ളൊരു വാചകം ഉണ്ടായിരുന്നു. അത് സ്യൂഡോ കഥാകൃത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ്. എൻ്റെ പേര് പരാമർശിച്ചിട്ടേ ഇല്ല. മറ്റൊന്ന്, ഞാൻ ആ പരിപാടിയെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു, പരിഹസിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ ഒക്കെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. സൈബർ ലോകത്തിൽ അങ്ങനത്തെ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. അതിലൊന്നും നമ്മൾ ചില പറ്റുന്നതിന് മറുപടി ചെയ്തും പറ്റാത്തതിന് മറുപടി ചെയ്തില്ല, അത്രയേ ഉള്ളൂ. ഇതിനു മുൻപ് ഈ തരത്തിലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് പറയാനൊന്നും. ഞാൻ TP ചന്ദ്രശേഖരൻ മരിച്ചപ്പോൾ വടകരയിൽ പോയി അവിടെ പിന്നെ ബസ് സ്റ്റാൻഡിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് ഒക്കെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് ഈ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയൊന്നും ഇവിടെ കണ്ണപുരത്ത് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ, പിന്നെ തലശ്ശേരിയിലും ധർമ്മടത്തൊക്കെയാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ തലശ്ശേരിയിലോ ധർമ്മടത്തോ ഉള്ള ഒരു വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാനിവിടെ വരുമ്പോൾ 2002 വരുമ്പോൾ പിന്നെ എൻ്റെ ഈ കോലായിൽ ഇരുന്നു കൊണ്ടാണ് ഇവിടുത്തെ ഒരു പുതിയ DYFI യൂണിറ്റ് രൂപീകരിച്ചത്. അന്ന് പാർട്ടി അനുഭാവിയായിട്ട് ഉള്ളത് കൊണ്ടും കുറച്ച് സ്ഥലമുള്ളൊരു വരാന്തയായതുകൊണ്ടുമാണ് ഇവിടെ വെച്ചിട്ട്. അപ്പം അങ്ങനെ ഇത് തുടരുന്ന ഒരു സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ പറയുമ്പോൾ ഇത് ആരാണെന്നുള്ളത് എൻ്റെ ഒരു ഊഹം വരും. അങ്ങനെ ഊഹമേ ഇല്ല, ഒരു ഊഹമില്ല. ആരാണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചൊരു ഊഹമില്ല. ഇപ്പോഴും ഇടതുപക്ഷമായിട്ട് നല്ല ഇടതുപക്ഷം ആണ് ഞാൻ. ഇടതുപക്ഷം ആണ്. പക്ഷെ അത് നമ്മൾ സാമ്പ്രദായികമായ വ്യവസ്ഥാപിതമായിട്ടുള്ള ഇടതുപക്ഷമല്ല. അതിനുള്ള നിരന്തരമായി ഞാൻ ഇടതുപക്ഷത്തെയും കേന്ദ്രത്തിലുള്ള ഭരണത്തെയും നിരന്തരമായി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തൊരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല, എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ.